ഹലോ ഹായ് ഫ്രണ്ട്സ്, മല്ലു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നാക്കി മാറ്റുക. എന്നാൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്തതായി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എക്സൽ ഫയലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്നുള്ളത്. അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ. അതെങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നുള്ളത്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അതിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നുള്ളത്, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ എക്സലിൻ്റെ ഒരു ബുക്ക് ഫയൽ ഉണ്ടാകാം, ബുക്ക് 1 എന്നുള്ള ഒരു ഫയൽ ഉണ്ടാകാം. ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഈസി മെത്തഡാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും. ഡബിൾ ക്ലിക്ക് എങ്ങനെ ചെയ്യുക? മൗസ് പിടിക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും. അതല്ല എങ്കിൽ നമുക്ക് വേറെ എന്ത് വഴിയാണുള്ളത്? അതിനും വഴിയുണ്ട്. അവിടെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റിയില്ല ഫയൽ എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായി ഞാൻ പറയുന്നുള്ളത്. ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ എക്സലിനെ കുറിച്ചിട്ട് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്തവരായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ടുള്ള മെത്തേഡൊക്കെ പറഞ്ഞു തരുന്നുള്ളത്. അല്ലാതെ ചിലപ്പോൾ ഇതൊക്കെ അറിയുന്നവരാകാം ഒരുപാട് പേര് കാണുന്നവർ. പക്ഷേ അവർക്ക് ഇതൊരു അലസതായിട്ട് തോന്നും. അതിനോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 0 നിന്ന് ഹീറോ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ 0 നിന്ന് തന്നെയാണ് അവർ തുടങ്ങേണ്ടി വരും. അപ്പോൾ അവർക്ക് 1 by 1 ആയിട്ട് മെത്തേഡ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പറയുന്നുള്ളത്. അപ്പോൾ അടുത്ത ഇതെന്ന് പറയുന്നുള്ളത്, നമുക്ക് എങ്ങനെയാണ് എക്സലിനെ ഇത് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെത് വിൻഡോസ് 10 ആണ്, മൈക്രോസോഫ്റ്റ് ഇത് എൻ്റെ ലാപ്ടോപ്പ്. അപ്പോൾ വിൻഡോസ് 10-ലാകുമ്പോൾ ആ ഒരു ഓൾ പ്രോഗ്രാംസ് എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഓൾ പ്രോഗ്രാംസ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളത്, നിങ്ങൾ വിൻഡോസ് 7 ആണെങ്കിൽ വിൻഡോസ് 7-ൽ ഓൾ പ്രോഗ്രാംസ് എന്നുള്ളത് സ്റ്റാർട്ട് ബട്ടൻ്റെ മുകളിൽ തന്നെയാണ്. നിങ്ങൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് ബട്ടൻ്റെ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ള ഫയലിനെ ഇത് ഫോൾഡർ കാണാൻ പറ്റും. നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ സ്ക്രോൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ എക്സൽ എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്കിവിടെ റീസെൻ്റ്ലി ഓപ്പണുള്ള ഫയലിൻ്റെ ഇതിൽ ഇത് എക്സൽ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സൽ എന്നുള്ളതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫയൽ ഓപ്പൺ ആകുന്നതായിരിക്കും. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നുള്ളത്, ഇനി അടുത്തതെന്ന് പറയുന്നുള്ളത്, നമുക്ക് ഇവിടെ കാണുന്നില്ല, ഓൾ പ്രോഗ്രാംസിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഡെസ്ക്ടോപ്പിലില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തത് പറയുന്നുള്ളത്. അതിനുവേണ്ടി സെർച്ച്, അതായത് വിൻഡോസ് 10 അല്ലാതെ വിൻഡോസ് 10 താഴെയുള്ളവരാണ് എങ്കിൽ, വിൻഡോസ് 7 ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ അതിൽ സെർച്ചിൻ്റെ അവിടെ തന്നെ ഇത് സ്റ്റാർട്ടിന് മുകളിലാണ് സെർച്ച് ബട്ടൺ ഉണ്ടാകുക. അതേസമയം എൻ്റേത് വിൻഡോസ് 10 ആയതുകൊണ്ട് എൻ്റെ സെർച്ച് ബട്ടൺ ഇപ്പുറത്താണുള്ളത്. അതുകൊണ്ട് ഈ സെർച്ച് ബട്ടണിൽ എക്സൽ എന്ന് സെർച്ച് ചെയ്യുക. എക്സൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ എക്സൽ വരും. ഈ എക്സൽ ഫയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഡെസ്ക്ടോപ്പിലില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതേ എക്സൽ എന്നുള്ളതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ആസ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കുക. ഇത് വിൻഡോസ് 10 ആയതുകൊണ്ട് ഇത് ഓൾറെഡി ഡെസ്ക്ടോപ്പിലുള്ളത് കൊണ്ട് തന്നെയാണ് ഷോർട്ട് കട്ട് ഇത് കാണിക്കുന്നില്ല. പക്ഷേ ഷോർട്ട് കട്ട് ഇല്ലാത്തവർക്ക് അത് കാണിക്കുകയും ചെയ്യും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എക്സൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ഞങ്ങൾ പഠിച്ചു അല്ലേ? ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നുള്ളത്, ഈ ബ്ലാങ്ക്, അതായത് ഒന്നുമില്ലാതെ കാലിയായി കിടക്കുന്ന ഒരു എക്സൽ ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ബുക്ക് നമ്പർ 3 ആണ് എൻ്റെ കാണിക്കുന്നുള്ളത്. മുമ്പ് കുറേ ബുക്കൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ബുക്ക് 1, 2, 3 ഒക്കെ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് വെറും കാലിയായി കിടക്കുന്നുള്ള ഒരു എക്സൽ ഫയൽ മാത്രമാണ്. ഓക്കെ, ഇതിൽ ബ്ലാങ്ക്, ഒരു ഡാറ്റയില്ല, ഒരു സാധനമില്ലാതെ ഇനി ഞാൻ ഇതിൽ പരിചയപ്പെടുത്തി തരുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളെയാണ്.
കുറച്ച് നമ്മൾ ആദ്യഘട്ടത്തിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെനു ബാർ എന്താണ്, റിബൺസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതിനെയാണ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് മെനു ബാർ എന്ന് പറയുന്നത്. ഇത് ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്, അക്രോബാറ്റ്, ഇങ്ങനെ ഇതുള്ള അക്രോബാറ്റ് എന്നുള്ളത് എക്സ്റ്റൻഷനാണ്. ഈ എക്സ്റ്റൻഷൻ ഇങ്ങനെ കിട്ടുന്നുള്ളത് ഇതിനെയാണ് എന്ത് പറയാം, മെനു ബാർ എന്ന് പറയാം. അടുത്തതായിട്ട് നമ്മൾ ഇതാക്കുന്നുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ഇത്രയും ഏരിയ ഞാൻ ഇതിനെ ഒരു നിങ്ങൾക്ക് ഷേപ്പ് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഈ ഏരിയ എന്താണ് പറയുന്നത്, റിബൺ എന്ന് പറയുന്നത്. ഇത്ര ഏരിയയെക്കുറിച്ച് നമ്മൾ പറയുന്നത് റിബൺ എന്നാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നുള്ളത് അടുത്തത് നാം അറിയേണ്ടത് ഈ ഏരിയയാണ്. ഈ ഏരിയ പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് കാണാൻ പറ്റും. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഇനി കൂടുതൽ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറയാം. ഇത് ഓട്ടോ സേവ് ഓപ്ഷനാണ്. ഇത് അതേപോലെ തന്നെ നിങ്ങളുടെ ഇത് എൻ്റെത് ഓഫീസ് 365 ആയതുകൊണ്ട് ഈ രീതിയിൽ കാണിക്കുന്നത്. അതേസമയം നിങ്ങളത് 2013 അതിൽ നിന്നും താഴെയുള്ള വേർഷൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മുകളിൽ എക്സൽ എന്നുള്ളതും പിന്നെ അത് സേവ് എന്നുള്ള ബട്ടണും പിന്നെ അണ്ടോ അതേപോലെ തന്നെ റിഡോ ഈ ബട്ടൺസ് ആണ് ഉണ്ടാകുക. ഇതിന് ഈ റിഡോ അണ്ടോ ഈ ഏരിയയാണ് ക്വിക്ക് റിബൺ എന്ന് പറയാം. ഇനി അടുത്തതെന്ന് പറയുന്നുള്ളത് നിങ്ങളുടേത് ഇതാ റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിബൺസ് എന്ന് പറയുന്നുള്ളത്. ഇത് പല രീതികളുണ്ട്. ഓട്ടോ ഹൈഡ് റിബൺ, ഷോ ടാബ്സ് ആൻഡ് കമൻസ്. അത് അതുപോലെ തന്നെ സൂക്ഷിക്കുക. അതിലൊരു വ്യത്യാസമൊന്നും മാറ്റങ്ങളൊന്നും വരുത്തരുത്. ഇതിനെ പറയുന്നത് മിനിമൈസ് എന്ന് പറയാം. ഇത് മിനിമൈസ് ചെയ്താൽ നമ്മുടേത് ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഫയൽ മിനിമൈസ് ആയി ഇപ്പോൾ താഴോട്ട് പോയി നമുക്ക് കാണുന്നില്ല. അതേസമയം ഇതിനെ മാക്സിമം എങ്ങനെ നമുക്ക് ചെയ്യാം, അത് നമ്മുടെ ടാസ്ക് ബാറിൽ വന്നാൽ ഇവിടെ ഇതിനെ പറയുന്ന ടാസ്ക് ബാർ, ഈ ടാസ്ക് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് മാക്സിമം ആയിട്ട് വന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു ഏരിയ. ഇത് നമുക്ക് റിസ്റ്റോർ ചെയ്യാനുള്ള ഏരിയയാണ്. അതായത് റിസ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്റ്റോർ ഡൗൺ അല്ലെങ്കിൽ റിസ്റ്റോർ ഡൗൺ ചെയ്താൽ എന്ത് ചെയ്യും എന്താവും അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റിസ്റ്റോർ ഡൗൺ ചെയ്തപ്പോൾ ഇത് ഇത്ര ഏരിയ മാത്രമായിട്ട് വന്നു. അതിന് റിസ്റ്റോർ ചെയ്ത് മുമ്പത്തെ പോലെ തന്നെ ഫുൾ സ്ക്രീൻ എങ്ങനെ ആക്കിയിട്ട് മാറ്റാം, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫുൾ സ്ക്രീനായിട്ട് മാറും. അതിനടുത്തതായിട്ട് ഈ ഏരിയയാണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ ഇത്ര ഏരിയകളെ വർക്ക്ഷീറ്റ് ഏരിയ എന്ന് പറയും. അതായത് ഇത്ര ഈ ABCD മുതൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ 1 2 3 4 5 താഴോട്ട് ഇങ്ങനെ വരുന്ന ഇത് ഫുൾ ഏരിയയെ പറയുന്നുള്ളതാണ് വർക്ക്ഷീറ്റ് ഏരിയ എന്നുള്ളത്. അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. ആ വർക്ക്ഷീറ്റ് ഏരിയ ഏതാണെന്നുള്ളത് നമുക്കറിയേണ്ടത്. പിന്നെ ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട്. ഇതിന് പറയുന്നതാണ് ഫോർമുല ബാർ. ഈ ഫോർമുല ബാർ കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഫോർമുല ചെയ്ത് ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടിട്ട് വെച്ചാൽ, അതായത് ആ കോളത്തിലുള്ളത് നമുക്ക് എന്ത് ഫോർമുലയാണോ ഉള്ളത്, അല്ലാതെ വെറും ടെക്സ്റ്റ് മാത്രമാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്താലും അവിടെ എഫക്റ്റ് ആവും. അതാണ് ഈ ഫോർമുല ബാറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഏരിയയെ നമുക്ക് ഇത് പറയുന്നുള്ളത് നെയിം ബോക്സ് എന്നാണ്. അതായത് ആ നെയിം ബോക്സ് എന്തിനാണ്, നമ്മുടെ ഇപ്പോൾ കർസർ എവിടെയാണോ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ B1 എന്നുള്ള ഏരിയയിലാണ് എൻ്റെ കർസർ കിടക്കുന്നുള്ളത്. ഞാൻ ഇനി ടൈപ്പ് ചെയ്യാൻ പോകുന്ന സാധനം ആ ഏരിയയിലായിരിക്കും എഫക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നെയിം ബോക്സ് എന്നുള്ളത് അവിടെ കാണുന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മുടെ ഫയലിൻ്റെ നെയിം ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഫയൽ നെയിം ഇവിടെ കാണാൻ പറ്റും. ഈ ബുക്ക് 1 എന്നുള്ള ഇതേപോലത്തെ ഏരിയ ആണ്. ഈ ഏരിയയിൽ നമുക്ക് ഫയലിൻ്റെ നെയിം കാണാൻ പറ്റും. ഇപ്പോൾ ബുക്ക് 1 എന്നുള്ളതാണ് ഫയൽ. അത് നമുക്ക് റിനെയിം ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്ക് വേണ്ടതുപോലെ XYZ ABCD എന്ത് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ മല്ലു ടിപ്സ് എന്നുള്ള ഒരു ഫയൽ നെയിമോ അങ്ങനെയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും. ഇനി ഈ ഏരിയ ഈ സ്ക്രോൾ ഇതെന്തിനാണ്, ഇത് ഇത്ര മൊത്തത്തിൽ ഇങ്ങനെ സ്ക്രോൾ താഴോട്ട് ചെയ്യാനും അതുപോലെ തന്നെ മുകളിലോട്ട് ചെയ്യാനും വേണ്ടിയാണ്. അതേപോലെ തന്നെ റൈറ്റിലേക്കും
ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ. ഈ കോളം ഏരിയ 1 ABCD ഇതിങ്ങനെ പോയി കിടക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രോളിൻ്റെ ഇത് താഴെ കിടക്കുന്നുള്ളത്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള സ്ക്രോളിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണത്. അടുത്തതായി ഇതിന് ഇതിന് പറയാം, ഈ ABCD ഞാൻ താഴോട്ട് ഇതുള്ള 1 2 3 ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഇതിന് പറയാം എന്താണെന്ന് വെച്ചാൽ കോളം എന്നാണ്. ഈ കോളമിൻ്റെ നമുക്കിതിൻ്റെ വിഡ്ത്തിന് ചേഞ്ച് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കോളം എന്ന് പറയുന്നതാണ്. പിന്നെ ഇതിന് പറയുന്നത് റോ എന്നുള്ളതാണ്. അതേസമയം ഈ 1 2 3 4 ABCD ഇത് ഇങ്ങനെ പോകുന്നുള്ളത് ഇതിന് പറയുന്നതാണ് സെൽസ്. അതായത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ജസ്റ്റ് ഒരു ഇത് വരച്ച് കാണിക്കാം. ഇത് സെല്ല്, മനസ്സിലായല്ലോ. ഇതിന് പറയുന്നത് സെല്ലാണ്. A1 സെല്ലാണ്, B1, ഇത് B3, ഈ രീതിയിൽ ഓരോ സെല്ലാണിത്. ഈ സെല്ലിലോട്ട് നമുക്ക് മൗസിലൂടെ അല്ലാതെ എങ്ങനെ പോകാൻ പറ്റും? നമ്മുടെ കീബോർഡിലുള്ള ആരോ ബട്ടൺസ് താഴോട്ടും മുകളിലോട്ടും റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ ഒരു 3 ആരോ ബട്ടൺ 4 ആരോ ബട്ടൺ ഉണ്ടല്ലോ. ഈ ആരോ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മുകളിലോട്ടും താഴോട്ടൊക്കെ പോയി കിട്ടും. ഇനി അടുത്തതായി ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങി എക്സലിൽ, ഓക്കെ, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എക്സലിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതാണ്. സേവ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇതേ ഫയലിനെ നമുക്ക് സേവ് ചെയ്യണം. അതുമാത്രമല്ല സേവ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ വേറെ വേണം. അതിന് നമ്മൾ പുറത്ത് പോയിട്ട് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്യുക, സേവ് ആസ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ദിസ് PC എന്നുള്ളത് ഇതിൽ സെർച്ച് ചെയ്തിട്ട് സേവ് ആസ് ചെയ്താൽ ഇപ്പോൾ ഫയൽ നെയിം കൊടുക്കുക, എക്സൽ പ്രാക്ടീസ് എന്നുള്ള ഫയൽ നെയിം ഇതിന് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ എക്സൽ പ്രാക്ടീസ് എന്നുള്ള ഫയൽ നെയിം ഇവിടെ സേവ് ആയി, കണ്ടല്ലോ. ഇതിൽ 2 കാര്യങ്ങളാണ്. ഈ എക്സൽ പ്രാക്ടീസ് എന്നുള്ള ഫയൽ നെയിം ഇവിടെ ഫയൽ നെയിമിൻ്റെ കാണുന്നുണ്ട്, ബുക്ക് 1 എന്നുള്ളത് മാറിയിട്ട് എക്സൽ പ്രാക്ടീസ് എന്നുള്ള ഫയലായിട്ട് മാറി. പിന്നെ സേവ് ചെയ്യാൻ വേറൊരു മെത്തഡും കൂടിയുണ്ട്. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് കീയും, അത് പിന്നീട് പറയുന്നതിനേക്കാൾ ഇപ്പോൾ പറയുന്നതിന് നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സേവ് എന്നുള്ള ഇവിടെ പോയിട്ട് സേവ് ചെയ്യുന്നതിന് പകരം Ctrl+S എന്നുള്ളത് രീതിയിൽ സേവ് ചെയ്യുക. പിന്നെ ഇവിടെ ഷീറ്റ് ഉണ്ട്, ഷീറ്റ് 1. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് പേജ് എടുക്കാൻ പറ്റും. ഇതാണ് എക്സലിൻ്റെ പ്രത്യേകത. എക്സലിൽ മാത്രമേ പറ്റത്തുള്ളൂ. വേർഡിലാണെങ്കിൽ പേജ് ബൈ പേജ് ഇങ്ങനെ താഴോട്ട് പോകും. പക്ഷേ ഇതിൽ എത്ര വേണമെങ്കിൽ ഡാറ്റാസ് താഴോട്ട് പോകാം. അതേപോലെ തന്നെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഓരോ പുതിയ ഷീറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വരാൻ പറ്റും. ഇതാ കണ്ടല്ലോ, ഇതാണ് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഈ ഷീറ്റിന് നമുക്ക് പേര് മാറ്റാൻ പറ്റും. ഇതാ പ്രാക്ടീസ് 1, ഇതേപോലെ പ്രാക്ടീസ് 2, പ്രാക്ടീസ് 3. ഈ രീതിയിൽ നമുക്ക് മാറ്റാം. ഈ ഇതിൻ്റെ ഫയൽ നെയിം മാറ്റാൻ പറ്റും. അതായത് ഈ ഷീറ്റ് നെയിം നമുക്ക് മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് നമ്മൾ എങ്ങനെ ഇതിനെ സൂം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് സൂം ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 100% കാണുന്നുള്ളത്. അപ്പോൾ ഈ 100% കാണുന്ന ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ. അപ്പോൾ ഇത് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ എൻ്റെ ഇത് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ റിസ്റ്റോർ ചെയ്യുക. ഇതാ ഈ സൂം എത്ര വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്യാം. കണ്ടല്ലോ, ഇപ്പം 400 വരെ ഞാൻ സൂം ചെയ്തു. അപ്പോൾ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും താഴെ ചെറുതും ആക്കി വലുതാക്കി സൂം ഇൻ സൂം ഔട്ടും. ഇതാണ് ഈ ഓപ്ഷൻസ്. ഓക്കെ, ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൽ എങ്ങനെ ഡാറ്റാസ് ടൈപ്പ് ചെയ്യാം എന്നുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഏത് രീതിയിൽ ഇതിനെ ഫോർമാറ്റ് ചെയ്യാം എന്ന എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനു വേണ്ടി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ഫയലും കൂടി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. നന്ദി. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടെന്ന് അത് സൂചിപ്പിക്കാൻ നിങ്ങൾക്ക് ഒന്നും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഇതിനെ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരും അറിയാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ അവരും കൂടി പഠിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഈ ചാനലിലൂടെ ഞാൻ വെറും
MS ഓഫീസ് ഫയൽസ് മാത്രമല്ല, മറ്റുള്ള പുതിയ പുതിയ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ മൊബൈൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരും. അതുപോലെ തന്നെ മൊബൈലിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നത്, ഓൺലൈനിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.